കേരളത്തിൽ നിന്നേ പിടിച്ചാൽ പോലീസുകാർ എപ്പോഴായാലും പിടിക്കും. മോട്ടിച്ചാ എന്തിനാ മോടിക്കാൻ നടക്കുന്നത്? പൈസ ഉണ്ടായിരുന്നു 10-30,000 രൂപ പുറത്തുണ്ടായിരുന്നു. പിന്നെ പാം ഓയില്, വെളിച്ചെണ്ണ, പാം ഓയില്, കായം, പിന്നെ ഒരു തേങ്ങ വരെ ഇരുന്നെടുത്തോണ്ട് പോകുന്നുള്ളതാണ്. മുളക്, മല്ലി. എന്തായാലും കുറേ കാലങ്ങളായി ഈ മേഖലയിൽ മോഷണ ശ്രമങ്ങളും മോഷണവും ഒക്കെ നടന്നുകൊണ്ടിരുന്നെങ്കിലും ഈ അടുത്ത സമയത്ത് ഇവിടെ 4 കടകൾ ഇതുപോലെ കൊള്ളയടിക്കുകയും അതിന് ഒരു തുമ്പുണ്ടാകാതെ തന്നെ പോലീസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്തു. അത് ഏരു പോലീസിൻ്റെ ഒപ്പം നമ്മളിവിടെ ഉണ്ടായിരുന്നു. എത്രയോ 100 കണക്കിന് CCTV എല്ലാം പരിശോധിച്ച് ഈ പത്തടി തൊട്ട് കിളിമാനൂർ വരെയും അതുപോലെ തന്നെ കുളത്തൂപ്പുഴ വരെയുള്ള എല്ലാ CCTVകളും പരിശോധിക്കുകയും പോലീസ് നിർബന്ധമായും ആ പ്രതിയെ പിടിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതികളെ ഒരാളിനെ പിടിക്കുകയും ഇന്ന് അവരെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ഇതിനു മുമ്പും ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ മോഷണ ശ്രമങ്ങളും മോഷണങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഇന്നത് ആ പ്രതിയെ പിടിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ മോഷ്ടിക്കപ്പെട്ടത് പാവപ്പെട്ട പച്ചക്കറി കടക്കാരൻ്റെയും പലചരക്ക് കടക്കാരൻ്റെയും ഒക്കെ പൈസയും സാധനങ്ങളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. പാവങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. അതിലും നമുക്ക് മാനസികമായിട്ട് വലിയ വിഷമങ്ങളുണ്ട്. പക്ഷേ എന്തായാലും പ്രതിയെ പിടിച്ചതിൽ നമ്മൾ അതിയായ സന്തോഷമുണ്ട്. ഏത് പോലീസിന് ഇവിടെ ജനങ്ങൾ, ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ അഭിനന്ദിക്കുകയും വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരത്തിലൊരു കേസ് വന്നപ്പോൾ സജീവമായിട്ട് പോലീസ് പെട്ടി ഉൾപ്പെടെ കൊണ്ടുവരികയും പിക്കപ്പിൻകാരെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ഈ നാട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു അന്വേഷണമാണ് നടത്തിയതും അവരെ കണ്ടെത്തിയതും. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്നുള്ളതാണ് ഇത് പറയാനുള്ളത്.